ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വചനം, തിരുവചനവും ശുശ്രൂഷ ഇന്നൊരു വലിയ അഭിഷേകമാണ്. ഒരുപാട് വൈദികരിലൂടെ, ഒരുപാട് ആത്മായ സഹോദരങ്ങളിലൂടെ ഈ ഷാലോം TV-യുടെ ഈ വലിയൊരു ശുശ്രൂഷ എനിക്ക് തോന്നുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണ്. ഒരുപാട് ചെറുപ്പക്കാരുടെ കൂട്ടമായ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ വചനം, തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരികയാണ്. കാരണം ഓരോ തവണയും പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകമാണ്. എൻ്റെ കർത്താവ്, ഇന്നും അനേകം കുടുംബങ്ങൾക്ക് വചനം, തിരുവചനത്തിലൂടെ വലിയ കൃപകൾ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഷാലോം TV-യിലൂടെ ഈ ശുശ്രൂഷ കേൾക്കുന്ന ഓരോ മകനും മകളും വലിയ കൃപകളുടെ, വരങ്ങളുടെ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. പരിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്ര വിശകലനത്തെക്കുറിച്ചല്ല, നേരെ മറിച്ച് നമ്മുടെ അനുഭവങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ നടന്ന ഒരു ചെറിയ അത്ഭുതമാണ്. ഇതൊരു അസാധാരണ അത്ഭുതമല്ല, ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്. ഒരു 2 വർഷം മുൻപ് എൻ്റെ പള്ളിയിൽ ആദ്യ കുർബാനയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കുകയാണ്. ഈ ആദ്യ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കം ആരംഭിച്ചപ്പോൾ തന്നെ ഇതിന് ക്ലാസ് എടുക്കുന്ന സിസ്റ്റർ വന്ന് പറഞ്ഞു, അച്ഛാ, അതിലൊരു കുട്ടി മഹാവികൃതിയാണ്, അവൻ അടങ്ങിയിരിക്കുന്നില്ല, അവൻ വളരെയധികം ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും കൂടിയാണ് പെരുമാറുന്നത്. അവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് സംസാരിച്ചിട്ടും അവനൊരു മാറ്റവുമില്ല. അപ്പോൾ അവന് നമ്മൾ ഈ വർഷം ആദ്യ കുർബാന സ്വീകരണം കൊടുക്കണോ? ഇപ്പോൾ ആദ്യ കുർബാന സ്വീകരണ കാലഘട്ടമാണല്ലോ. അപ്പോഴും ഞാൻ പറഞ്ഞു, സിസ്റ്റർ, അവനെ പഠിപ്പിക്ക്, നമുക്ക് നോക്കാം, എങ്ങാനും വല്ല മാറ്റം വന്നാലോ. ആദ്യ കുർബാന സ്വീകരണം കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ആ കുഞ്ഞിനൊരു മാറ്റവുമില്ല. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, മോനെ, നിനക്ക് ആദ്യ കുർബാന സ്വീകരണം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നീ അതിനു വേണ്ടി ഒരുങ്ങുന്നില്ല. നിനക്ക് അത് സ്വീകരിക്കാനുള്ള ഒരു കൃപയുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നീ സിസ്റ്ററിനോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു, ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ നീ അങ്ങോട്ട് പോകുന്നു. എന്തൊരു ധാർഷ്ട്യത്തോടു കൂടിയാണ് നീ പെരുമാറുന്നത്, എന്താ നിനക്ക് എളിമയില്ലാത്തത്? അപ്പോൾ അവൻ തല കുമ്പിട്ട് നിന്നതേ ഉള്ളൂ. പിന്നീട് എനിക്ക് ദയ തോന്നി, അവൻ്റെ മാതാപിതാക്കന്മാർ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരിക്കുകയാണ്. ഈ അവസാന നിമിഷം അവൻ ആദ്യ കുർബാന കൊടുക്കുന്നില്ല എന്ന് കണ്ടാൽ അവരുടെ കുടുംബത്തിന് വലിയ വിഷമമാകും. കാരണം ഒത്തിരി വിരുന്നുകാരൊക്കെ വരുന്ന സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൈവമേ, നീ തന്നെ അവനെ നോക്കിക്കൊള്ളണമേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് ആദ്യ കുർബാന കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് സാക്ഷ്യം പറയാൻ സാധിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഞ്ഞിന് ആദ്യ കുർബാന സ്വീകരിച്ച ആ നിമിഷം മുതൽ അത്രയും നാൾ മഹാവികൃതിയും അനുസരണയില്ലാത്തവനും ഇങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നവനുമായ ആ കുഞ്ഞ് പരിശുദ്ധ കുർബാനയുടെ ആ സ്വീകരണം കിട്ടിയ ആ നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്. അവൻ ഇന്നെൻ്റെ അൾത്താര ബാലൻ കൂടിയാണ്. എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ വന്ന പ്രകടമായ മാറ്റമാണ്. അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, അനുസരണക്കേടിൻ്റെ പ്രതീകമായിരുന്ന ആ കുഞ്ഞ് ആ ആദ്യ കുർബാന സ്വീകരണം നിമിഷം മുതൽ അനുസരണയുടെ, ക്ഷമയുടെ, വിനയത്തിൻ്റെ, എളിമയുടെ പ്രതീകമായി മാറുകയാണ്.
എനിക്ക് ഏകദേശം 25ഓളം അൾത്താര ബാലന്മാരുണ്ട്. എന്നാൽ ഇന്ന് ആ 25 അൾത്താര ബാലന്മാരിൽ എല്ലാ മക്കളും നല്ല മക്കളാണ്. എന്നാൽ അവരെക്കാളെല്ലാം ഏറ്റവും ആത്മാർത്ഥതയോടെ, തീഷ്ണതയോടെ, എളിമയോടെ, അനുസരണയോടെ ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ മേൽപ്പറഞ്ഞ ആ കുട്ടിയാണ്. ഒരു ദിവസം ആ കുട്ടി അവൻ്റെ കൂട്ടുകാരനുമായി എൻ്റെ അടുത്ത് വന്ന്, എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ, ഒരു വിശുദ്ധനായി തീരാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വിശുദ്ധനായി തീരാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധന്മാരുടെയൊക്കെ ജീവിത ചരിത്രത്തിൽ വായിച്ചു കേട്ടിട്ടുള്ള സംഭവമാണ്. ഒരു കാലത്ത് മഹാവികൃതിയും അനുസരണക്കേടിൻ്റെ പ്രതീകമായിരുന്ന ആ കുഞ്ഞ് ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം തീഷ്ണതയോടെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് വരികയും അതും ഏറ്റവും അഭിഷേകത്തോടുകൂടി പരിശുദ്ധ കുർബാനയിൽ സഹായിക്കുകയും അവൻ ആ കുഞ്ഞ് ഇന്ന് ചോദിക്കുകയാണ്, ഒരു വിശുദ്ധനാകാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണത്. മറ്റൊരു സംഭവം 2 പെൺകുട്ടികളുടെ ഒരു ജീവിതാനുഭവമാണ്. 2 പെൺകുട്ടികളെ ഞാൻ ആദ്യം കാണുമ്പോൾ അവർക്ക് വെളിച്ചത്തെ ഭയമാണ്. അവർ എപ്പോഴും ഇരുട്ടത്ത് കഴിയുകയാണ്. അവർക്ക് ഒത്തിരി അസ്വസ്ഥതകൾ, വിഷമതകളുമുണ്ട്. മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരില്ല. അവർക്ക് എല്ലാറ്റിനോടും ഭയമാണ്. അങ്ങനെയുള്ള കുട്ടിക്കൊണ്ട് അവരുടെ അമ്മ എൻ്റെ അടുത്ത് വന്നു. ഞാൻ വേറെ ഒരു മന്ത്രവും അവർക്ക് കൊടുത്തില്ല. ആ അമ്മയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു, മക്കളെ, നിങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കെടുത്തേ. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം വൈദികൻ എല്ലാ ദിവസവും നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ആ അമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തു. യുവതികളായ മക്കളാണ്. അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്കത് സാധിക്കുമോ? അപ്പോൾ കുഞ്ഞുങ്ങൾ അന്ന് തീരുമാനമെടുക്കുകയാണ്, ഞങ്ങൾക്കതിന് സാധിക്കും. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിച്ചത്തെ ഭയമുള്ള, എപ്പോഴും ഇരുട്ടത്തായിരിക്കാൻ സാധിക്കുന്നവർ, ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിയുള്ളവർ, അവരുടെ ഭാവി തന്നെ ഇരുണ്ട് നിൽക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് അവർ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരികയാണ്. സാധിക്കുന്നത് പോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അവരതിനുശേഷം കുർബാന ചൊല്ലിത്തീരുന്ന വൈദികനെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കും. അവരോരോ ദിവസവും എൻ്റെ അടുത്ത് വന്നപ്പോഴും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയാണ്: ഈശോയെ, ഞങ്ങൾ അർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഈ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. ഈ സഹോദരിമാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നു ചെല്ലട്ടെ. അവരെ അസ്വസ്ഥമാക്കുന്ന എല്ലാ ബന്ധനങ്ങൾ, എല്ലാ രോഗങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോകട്ടെ. വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ മുൻപിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ആ മക്കളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരികയും കർത്താവ് അവർക്ക് ശക്തി കൊടുക്കുകയും ആൾക്കാരെ ഫേസ് ചെയ്യുന്നതിനും, അതുമാത്രമല്ല വലിയ നല്ല ജീവിതാന്തസ്സിലേക്ക് അവർക്ക് പ്രവേശിക്കാനുള്ള കൃപയും കർത്താവ് അവർക്ക് കൊടുത്തു. അവരനുഗ്രഹിക്കപ്പെട്ടു. നല്ല ഭർത്താക്കന്മാരെ കർത്താവ് കൊടുത്തു. നല്ല കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് സന്തോഷത്തോടെ, സമാധാനത്തോടെ, വിശുദ്ധിയോടെ ജീവിക്കാൻ ആ സഹോദരങ്ങൾക്ക് അനുഗ്രഹം കിട്ടി. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ശക്തിയുടെ സാക്ഷ്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. ഇനി പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 2 പാപ്പമാരെ കുറിച്ചാണ്. ഒന്ന്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ജീവിക്കുന്ന വിശുദ്ധനെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ബെനഡിക്റ്റ് പാപ്പയാണ്. ബെനഡിക്റ്റ് പാപ്പയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ 1000 നാക്കാണ്. കാരണം ജീവിക്കുന്ന ദൈവശാസ്ത്രമാണ് ബെനഡിക്റ്റ് പാപ്പ. ബെനഡിക്റ്റ് പാപ്പയുടെ ഓരോ നോട്ടം പോലും, ഓരോ നടപ്പ് പോലും ദൈവശാസ്ത്രമാണ്. ബെനഡിക്റ്റ് പാപ്പയുടെ ഭരണകാലത്താണ് ഞാൻ റോമിൽ എൻ്റെ ഡോക്ടറേറ്റ് ചെയ്തത്. ഒരു ദിവസം
ഞങ്ങളെല്ലാ വിദ്യാർത്ഥികളും കൂടി പാപ്പയെ കാണാനുള്ള അവസരം കിട്ടുകയാണ്. അന്ന് പാപ്പയ്ക്ക് സുഖമില്ലാത്ത ദിവസമാണ്. പാപ്പ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തുകൂടെ പോകുമ്പോൾ കൈകൾ മുത്താനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായിക്കൊണ്ട് ഞാൻ പാപ്പയോട് ചോദിച്ചു, പാപ്പ പെർ ഫവോരെ മീ പോ ദാരെ ഉന ബെനദിസിയോനെ, പാപ്പ എനിക്കൊരു ആശീർവാദം തരാമോ? പെട്ടെന്ന് പാപ്പ അവിടെ നിന്ന് 12,000 വിദ്യാർത്ഥികളുള്ള ആ ഒരു കൂടിക്കാഴ്ചയാണ്. ഞങ്ങളുടെ അടുത്തുകൂടെ പോവുകയാണ്. ഓരോ സെക്കൻഡുകളാണ് ഓരോ വിദ്യാർത്ഥികളുടെ മുൻപിലൂടെ പാപ്പ പോകുന്നത്. ഈ വിശുദ്ധനായ പാപ്പ അവിടെ നിന്ന് എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് ആ ബെനഡിക്റ്റ് പാപ്പ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച വലിയ ആ അഭിഷേക നിമിഷങ്ങളാണ്. എൻ്റെ പള്ളിമേടയിൽ വലിയ ആ ഫോട്ടോ പൂട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കാരണം ബെനഡിക്റ്റ് പാപ്പയിലൂടെ ലഭിച്ച അനുഗ്രഹം ലോകമറിയുവാനാണ്. ഈ ബെനഡിക്റ്റ് പാപ്പയെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം, ബെനഡിക്റ്റ് പാപ്പ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയ വലിയ ഒരു ചാക്രിക ലേഖനമുണ്ട്. സാക്രമെന്തും കാരിതാത്തീസ്, സ്നേഹത്തിൻ്റെ കൂദാശ. പരിശുദ്ധ കുർബാനയെ ബെനഡിക്റ്റ് പാപ്പ ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു. ഇത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്. ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വൈദികൻ ആയിരങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട്, പാപ്പ എനിക്കൊരു ആശീർവാദം തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ സുഖമില്ലാതിരുന്നിട്ടും ഈ പാവപ്പെട്ട വൈദികൻ്റെ അടുത്തേക്ക് വന്ന് ആശീർവാദം നൽകിയത്, പ്രിയപ്പെട്ടവരെ, അത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്. പരിശുദ്ധ കുർബാനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ കൂദാശയെന്ന് നമ്മെ പഠിപ്പിച്ച ബെനഡിക്റ്റ് പാപ്പ തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തേത് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ. ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എക്ലേസിയ ദ യുക്കരിസ്തിയ, അതായത് കുർബാനയിൽ നിന്നുള്ള സഭ. സഭയുടെ ശക്തി എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധ കുർബാനയാണെന്ന് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിക്കുകയാണ്. ഈ രണ്ട് പാപ്പമാരെയും ഇന്ന് ഓർക്കാൻ കാരണം, അവർ പരിശുദ്ധ കുർബാനയെ ലോകത്തിൻ്റെ ശക്തിയായിട്ട്, ലോകത്തിൻ്റെ കേന്ദ്രമായിട്ട് അവരവതരിപ്പിക്കുകയാണ്. അവരുടെ ഈ ലേഖനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, ഒന്നാമത് ഈ രണ്ട് പാപ്പമാർ നമ്മളെ പഠിപ്പിക്കുകയാണ്, സ്നേഹത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുർബാന യേശുക്രിസ്തു ആ കുർബാനയിലൂടെ തന്നെ ലോകത്തിന് കൊടുക്കുകയാണ്. ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ തന്നെ തൻ്റെ ശരീരത്തെ തന്നെ ലോകത്തിന് കൊടുക്കുന്നു. വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. അതായത് തൻ്റെ ശരീരം കൊത്തിപ്പറിച്ച് വിഷമിക്കുന്നവർക്ക്, വേദനിക്കുന്നവർക്ക് വ്യവസ്ഥകളില്ലാതെ തന്നെ കൊടുക്കുന്ന ആ ദിവ്യമായ സ്നേഹം. യോഹന്നാൻ 15:13 നമ്മെ പഠിപ്പിക്കുന്നത് പോലെ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി സ്വജീവൻ കൊടുക്കുന്നത്, തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്ന ദൈവശാസ്ത്രമാണ് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം അതവിടെ വലിയ ഒരു സമർപ്പണമാണ്. കാൽവരി മലയിൽ നമുക്ക് വേണ്ടി സ്വജീവൻ കൊടുത്തതിൻ്റെ പുനരാവിഷ്കാരമാണല്ലോ ഓരോ വൈദികനും അൾത്താരയിൽ ബലിയർപ്പിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. ഗാഗുൽത്താ മലയിൽ തൻ്റെ നെഞ്ചു കുത്തി തുറന്ന് ചോരയും നീരും കൊടുത്ത് ലോകത്തിന് രക്ഷ കൊടുത്ത അതേ ദൈവശാസ്ത്രമാണ് ഓരോ ബലിവേദിയിലും ആവിഷ്കരിക്കപ്പെടുന്നത്. കുർബാന സ്നേഹമാണെന്ന് പാപ്പമാർ പഠിപ്പിക്കുക. വെറും സ്നേഹമല്ല, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം. നിക്കോദേമോസുമായുള്ള സംഭാഷണത്തിൽ യേശു
ഇപ്രകാരം പറയുന്നുണ്ട്, എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. നിക്കോദേമോസിനോട് ഈശോ നടത്തുന്ന സംഭാഷണ ആ സമയത്തുള്ള ദൈവവചനമാണ്. അതിൻ്റെ ആവിഷ്കാരം, അതിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധ കുർബാന. പിതാവായ ദൈവം ലോകത്തെ സ്നേഹിക്കാൻ തൻ്റെ ഏകജാതനെ കൊടുക്കുകയാണ്. ആ ഏകജാതൻ്റെ ശരീരവും രക്തവും മാനവകുലത്തിന് മോചനമായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ ദേവാലയങ്ങളിൽ അൾത്താരകളിലൂടെ നമ്മുടെ പാപമോചനത്തിന്, നമ്മുടെ രോഗശാന്തിക്ക്, നമ്മുടെ വിടുതലിനായി വലിയ അടയാളമായി, വലിയ സന്ദേശമായി, കത്തോലിക്കാ സഭയുടെ ശക്തിയായി പരിശുദ്ധ കുർബാന നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ വചനമാണ് മാംസം ധരിച്ച കുർബാനയായി നമ്മുടെ ഇടയിലുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് യേശുക്രിസ്തു തന്നെ കുർബാനയായിട്ട് നമുക്ക് നൽകുന്നത്. ആ കുർബാന ദൈവത്തിൻ്റെ സ്നേഹമാണ്, മാനവകുലത്തിനോടുള്ള സ്നേഹമാണ്, നമ്മുടെ കുടുംബങ്ങളിലേക്കുള്ള സ്നേഹമാണ് കുർബാനയിലൂടെ പിതാവായ ദൈവം വെച്ച് നീട്ടുന്നത്. പിതാവായ ദൈവം ക്രിസ്തുവിനെ കൊടുക്കുന്ന ദൈവശാസ്ത്രമാണ് പരിശുദ്ധ കുർബാന എന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പയും ബെനഡിക്റ്റ് 16 പാപ്പയും നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന ആ സ്നേഹത്തിൻ്റെ ശാസ്ത്രമാണ് പരിശുദ്ധ കുർബാന. ക്രിസ്തുവിനെ അനുഭവിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, ഇതിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം അവിടെ സംഭവിക്കുന്നത് നാം ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്. ജീവിക്കുന്ന ക്രിസ്തുവിനെ, നമ്മോടൊപ്പം ആയിരിക്കുന്ന ക്രിസ്തുവിനെ നാം അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ആഹ്വാനമാണ് അപ്പം മുറിക്കപ്പെടുന്നത്. ഇതേപോലെ നമ്മുടെ ജീവിതം, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതവും മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതം വലിയ സാക്ഷ്യം നിറഞ്ഞ ജീവിതമായി മാറുകയാണ്. ക്രിസ്തുവിനെ കൊടുക്കുക എന്നാൽ ക്രിസ്തു പഠിപ്പിച്ച സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ ജീവിതശൈലിയോ കൊടുക്കലല്ല, നേരെ മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കൊടുക്കലാണ്. അതായത് ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രബോധനങ്ങൾ കൊടുക്കലല്ല, ക്രിസ്തു നമ്മെ പഠിപ്പിച്ച ജീവിതശൈലി കൊടുക്കലല്ല, നേരെ മറിച്ച് കുർബാനയിലൂടെ യേശുക്രിസ്തുവിനെ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. മറ്റൊരു ക്രിസ്തുവായിട്ട് മാറിയ ഫ്രാൻസിസ് അസീസിയും ഇഗ്നേഷ്യസ് ലോയോളയൊക്കെ എല്ലാം അങ്ങനെ ക്രിസ്തുവിനെ, ജീവിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിന് കൊടുത്തവരാണ്. അപ്പം കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ തന്നെയാണ് കൊടുക്കുന്നത്. ക്രിസ്തു ക്ഷമിച്ചതുപോലെ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ, ക്രിസ്തു മറ്റുള്ളവരോട് ചേർന്ന് നിന്നതുപോലെ വ്യവസ്ഥകളില്ലാതെ, യാതൊരു കണ്ടീഷനുമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിച്ച്, മറ്റുള്ളവരോട് ക്ഷമിച്ച്, മറ്റുള്ളവരോട് ആദരവ് കാണിച്ച്, ദയ കാണിച്ച്, കരുണ കാണിച്ച്, അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ മുഖമായ ക്രിസ്തുവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതായത് കുർബാനയിൽ നാം കാണുന്ന സ്നേഹം നമ്മുടെ സ്വകാര്യ സ്വത്തല്ല. നാം അനുഭവിക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെ നാം അനുഭവിക്കുന്ന ആ ദിവ്യ സ്നേഹം അത് നമ്മുടെ സ്വകാര്യ സ്വത്തല്ല, അത് നാം സ്വകാര്യമായിട്ട് വെക്കേണ്ട ഒന്നല്ല, അതെല്ലാവർക്കുമായി പങ്കുവെക്കപ്പെടേണ്ടതാണ്. ഒരു വൈദികൻ, അല്ലെങ്കിൽ ഒരു അൽമായൻ താൻ അനുഭവിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ സ്നേഹം, പരിശുദ്ധ കുർബാനയുടെ ശക്തി, സ്നേഹത്തിൻ്റെ ശക്തി, ക്ഷമയുടെ ശക്തി, അത് സ്വകാര്യമായിട്ട് വെക്കേണ്ടതല്ല, നേരെ മറിച്ച് അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടതാണ്. നമ്മുടെ അമ്മമാർ അവരുടെ ജീവിതം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിച്ചത്
അവർ പങ്കെടുത്ത കുർബാനയാണ്. അവർ പങ്കെടുത്ത കുർബാനയും അവരനുഭവിച്ച യേശുവിനെയാണ്. തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പതറാതെ നമുക്ക് ചോരയും നീരും നൽകി, നമുക്ക് വിശ്വാസം നൽകി, നമ്മളെ മുന്നോട്ട് നയിച്ച നമ്മുടെ കാരണന്മാർ ആ ക്രിസ്തുവിനെയാണ് നമുക്ക് നൽകിയത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് മാറ്റം വരികയാണ്. നമുക്ക് മാനസാന്തരമുണ്ടാകുകയാണ്. ദൈവവുമായിട്ട് ഒരു പുതിയ ബന്ധം, ഒരു അഭിഷേകത്തിൻ്റെ, ആത്മാഭിഷേകത്തിൻ്റെ ഒരു പുതിയ ബന്ധം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ആ ബന്ധത്തിലൂടെ നമുക്ക് ഈ ലോകത്തിന് വലിയ സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത്, സഭയെ എക്ലേസിയ ദ യുക്കറിസ്തിയ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിക്കുന്ന സഭ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിക്കുന്ന കുടുംബം, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിക്കുന്ന ക്രിസ്ത്യാനികൾ. ഇതാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയും ബെനഡിക്റ്റ് പാപ്പയും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത്, കുർബാന എന്നത് അൾത്താരയിൽ നാം കണ്ടുമുട്ടുന്ന സത്യമാണ്. അൾത്താരയിൽ നാം കണ്ടുമുട്ടുന്നത് സത്യമായിട്ടും ജീസസ് ഈസ് റിയലി 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 പ്രസൻറ്റ് ഇൻ ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ്. പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ അവിടുത്തെ തിരുശരീരവും തിരുരക്തവും എന്ന സത്യത്തെ നാം കണ്ടുമുട്ടുകയാണ്. വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുകയാണ്, സത്യത്തേക്കാൾ കൂടുതലായി നമ്മുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിനേക്കാൾ അപ്പുറം മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സത്യമാണ്, ദ ട്രൂത്ത്. നമ്മുടെ ഹൃദയം ആഗ്രഹിക്കുന്ന വഴിയും സത്യവും ജീവനുമാണ് ക്രിസ്തു. അതാണ് പരിശുദ്ധ കുർബാനയിൽ നാം കണ്ടുമുട്ടുന്നത്. നാം കണ്ടുമുട്ടുന്ന സത്യമാണ്, വഴിയാണ്, ജീവനാണ് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവനുള്ള അപ്പമായ യേശു ക്രിസ്തു. അതായത് പരിശുദ്ധ കുർബാനയിലൂടെ സത്യം പ്രഘോഷിക്കപ്പെടണം. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ സ്നേഹം പ്രഘോഷിക്കപ്പെടണം, ക്ഷമ പ്രഘോഷിക്കപ്പെടണം, വിടുതൽ പ്രഘോഷിക്കപ്പെടണം, രോഗശാന്തി പ്രഘോഷിക്കപ്പെടണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ദിവ്യ ഔഷധമാണ്. വിടുതൽ നൽകുന്ന, രോഗശാന്തി നൽകുന്ന ആ ദിവ്യ ഔഷധമാണ് പരിശുദ്ധ കുർബാന. ഓരോ ക്രിസ്ത്യാനിയുടെയും ആ ഒരു കേന്ദ്രം, അവിടെ നിന്ന് ശക്തി ലഭിച്ചാൽ മാത്രമേ ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, ഒരു ക്രൈസ്തവ കുടുംബമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കാരണന്മാരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ ആരുടെ അടുത്ത് ഓടിപ്പോവില്ല. അവരുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലുന്നത് പരിശുദ്ധ കുർബാനയുടെ അടുത്താണ്. കാരണം പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ നിന്നാണ് കുടുംബങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നു ചേരുന്നത് പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ്, അൾത്താരയുടെ മുൻപിലാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നേരെ ഓടിച്ചെല്ലുന്നത് പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ്. ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റാത്തത്, മറ്റൊരു വ്യക്തിക്ക് നൽകാൻ പറ്റാത്ത അഭിഷേകവും ശക്തിയും ആന്തരിക സൗഖ്യവും രോഗശാന്തിയും പരിശുദ്ധ കുർബാനയ്ക്ക് നൽകാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിച്ചതുപോലെ, ജോൺ പോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിച്ചതുപോലെ വചന കേന്ദ്രീകൃതവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവുമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ
ഈ വചനം കേൾക്കുമ്പോൾ അനവധി പേർക്ക് സൗഖ്യം ലഭിക്കട്ടെ, അനവധി പേർക്ക് വിടുതൽ ലഭിക്കട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ, ആന്തരിക മുറിവുകൾ ഉണങ്ങട്ടെ. സർവശക്തനായ ദൈവം പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.